ഇക്കാര്യത്തിൽ കോടതിയിൽ സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് കോടതി പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായി തന്നെ മൂന്ന് പേരും പറഞ്ഞു കഴിഞ്ഞു. 13,608 കോടി രൂപ അത് കിട്ടുന്നത് ആശ്വാസം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും ഈ ഒരു സ്യൂട്ട് ഹർജിയുമായി കേരളം പോയത് ഇങ്ങനെയൊരു ആവശ്യം മുന്നിലുള്ളത് കൊണ്ട് തന്നെയാണ്. അതിൻ്റെ ഒരു അടിയന്തര സ്വഭാവം എന്താണ് എന്നുള്ളത് നമ്മൾ പലതവണ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. പെൻഷൻ അടക്കം മുടങ്ങിക്കിടക്കുന്ന, ഒന്നിനും കയ്യിൽ കാശില്ലാതെ, ഖജനാവിൽ ഒന്നുമില്ല, ട്രഷറിയിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെയൊരു തീരുമാനം വരേണ്ടിയിരുന്നു. അത് അത്യന്താപേക്ഷിതമായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ ചർച്ചകളാണ് നടക്കാൻ പോകുന്നത്. ആ ചർച്ചകൾ നടക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ ചർച്ചകൾ നടക്കുമ്പോൾ കേന്ദ്രത്തിലെയും അതുപോലെ തന്നെ കേരളത്തിലെയും ഭരണ രാഷ്ട്രീയ നേതൃത്വങ്ങൾ വിവാദ പ്രസ്താവനകൾ നടത്തരുത്. അതായത് ഞങ്ങൾ ചോദിച്ചു, വാങ്ങി, തിരിച്ചടിച്ചു, കിട്ടി, അങ്ങനെയുള്ള പ്രസ്താവനകളൊന്നും വരാത്തത് കോടതിയിൽ നിന്ന് ആ നിർദ്ദേശം വന്നതുകൊണ്ട് കൂടിയാണ്. കാരണം തെരഞ്ഞെടുപ്പ് സമയമാണ്. നേരത്തെ നികേഷ് സാർ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതുപോലെ തെരഞ്ഞെടുപ്പ് സമയമാണ്. അപ്പോൾ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നതിനാവശ്യമായ പണം ഞങ്ങൾ പൊരുതി നേടി, ഞങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ നടക്കുന്ന ചർച്ചകളുടെ വേളയിൽ പ്രസ്താവനകൾ നടത്താൻ കഴിയില്ല എന്നത്, ഈ രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ എല്ലാവരും പ്രസ്താവനകൾ നടത്താറുണ്ടല്ലോ എന്നാണ് കപിൽ സിബൽ പറഞ്ഞത്. അപ്പോൾ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ തന്നെ പറഞ്ഞു കേന്ദ്രത്തിൽ ആരും പ്രസ്താവനകൾ നടത്താറില്ല എന്ന്. ആർ വെങ്കിട്ടരമണിയും എൻ വെങ്കിട്ടരാമനുമാണ് ഹാജരായത്. ഇനി ഇതിൽ കോടതിയിൽ നടന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഇതിൽ ജസ്റ്റിസ് കാന്ത് ചോദിക്കുന്നുണ്ട്. അതായത് കപിൽ സിബൽ, സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ, സംസ്ഥാനത്ത് ദർ ഈസ് സം എമർജൻസി ഇൻ ദ സ്റ്റേറ്റ്, വി നീഡ് സം ബ്രീത്തർ, നമുക്കൊരു ആശ്വാസം വേണ്ടിയിരിക്കുന്നു, എങ്ങനെയാണ് കേരളത്തെ കേന്ദ്രം ഞെരുക്കിയിട്ടിരിക്കുന്നത്, മുൻ സംസ്ഥാനങ്ങളുടെ ഒന്നും പ്രിസിഡൻസ് ഒന്നും ചൂണ്ടിക്കാട്ടാനില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയതിനു ശേഷം കോർട്ട് റൂമിൽ വന്ന പ്രധാനപ്പെട്ട ചോദ്യം അതായിരുന്നു. ജസ്റ്റിസ് കാന്ത് ചോദിക്കുകയാണ്, ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ച ചോദ്യം, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് എമർജൻസി? അതിന് സിബൽ പറയുന്നു, വി കാൺ പേ ഔട്ട് ദ പബ്ലിക് ഫണ്ട്സ്. അപ്പോൾ ജസ്റ്റിസ് കാന്ത് ചോദിക്കുകയാണ്, ശമ്പളമാണോ? കാരണം ശമ്പളം മുടങ്ങിക്കിടക്കുന്നത്, കേരളത്തിലെ ശമ്പളം മുടങ്ങിയത് അല്ലെങ്കിൽ മുഴുവൻ എടുക്കാൻ കഴിയാത്തതൊക്കെ ദേശീയ തലത്തിൽ തന്നെ വാർത്തയായതാണ്. അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടതുമാണ്. അപ്പോൾ സാലറി ആണോ എന്ന് ചോദിക്കുമ്പോൾ സിബൽ പറയുന്നു, സാലറി വി ക്യാൻ പേ ബട്ട് നോട്ട് അതർ അലവൻസസ്, പെൻഷൻ, ഡിയർനെസ് അലവൻസ്, its ultimate impact, it's a few months away. There is a critical overdraft position and if we miss 2 Tuesdays we can't get any money from the Reserve Bank of India എന്ന് പറഞ്ഞുകൊണ്ട് കേരളം നേരിടുന്ന ധനപ്രതിസന്ധിയും കോടതിയിലെ ഈ വാദത്തിലൂടെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഇങ്ങനെയല്ലാതെ മറ്റൊരു തീരുമാനമെടുക്കാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല. പിന്നെ ജസ്റ്റിസ് കാന്ത് ഇക്കാര്യത്തിൽ എടുത്തു പറയുന്നുണ്ട്, കേന്ദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട കൺസേണായി കേന്ദ്രം പറയുന്ന കാര്യത്തെക്കുറിച്ചും പറഞ്ഞു പോകുന്നുണ്ട് ജസ്റ്റിസ് സൂര്യകാന്ത്. അതായത് പല സംസ്ഥാനങ്ങളും ഫിനാൻഷ്യൽ ഇൻഡിസിപ്ലിനിലാണ്, ഫ്രീ ബീസ് എന്ന പേരിൽ. അതും ജസ്റ്റിസ് കാന്തിൻ്റെ ഈ കോടതി മുറിയിൽ നടന്ന വാദത്തിലെ നിരീക്ഷണങ്ങളിൽ ഒന്നാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, പാർട്ട് ഓഫ് ദിയർ കൺസേൺ ഈസ് ദാറ്റ് മെനി സ്റ്റേറ്റ്സ് ആർ ഇൻഡൾജിങ് ഇൻ ഫിനാൻഷ്യൽ ഇൻഡിസിപ്ലിൻ ഇൻ ദ നെയിം ഓഫ് ഫ്രീ ബീസ്. അപ്പോൾ സിബൽ അതിനെ എതിർത്തുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താണ് അതിലെ ചോദ്യങ്ങൾ എന്നൊക്കെ. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ് ഈ സ്യൂട്ട് വിത്ഡ്രോ ചെയ്യണം, അതായത് ഹർജി പിൻവലിക്കണമെന്ന ഉപാധി വെക്കാൻ പാടില്ല. പക്ഷേ അതിനുള്ളിൽ പറയുന്ന മറ്റു കാര്യങ്ങളുണ്ട്. അതായത് ഹർജി പിൻവലിക്കുന്നത് ഒഴികെയുള്ള മറ്റ് ഉപാധികൾ ഈ ചർച്ചയിൽ വെക്കാം എന്നുകൂടി ഇന്നത്തെ വാദത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കോടതി മുറിയിലെ വാദത്തിൻ്റെ പൂർണ്ണരൂപം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുക. അതായത് സിബൽ പറഞ്ഞത്, നമ്മൾ ഒരിക്കലും ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് ബ്രീച്ച് ചെയ്യില്ല എന്ന ഒരു ഉറപ്പ് കൂടി കൊടുത്തു കഴിയുമ്പോഴാണ് അനുകൂലമായ ഒരു തീരുമാനം വരുന്നത്. അനുകൂലമായ തീരുമാനം കേരളത്തിന് ആവശ്യമായിരുന്നു. പക്ഷേ പൂർണ്ണമായും കേന്ദ്രത്തിന് തിരിച്ചടി എന്ന് പറയണം എങ്കിൽ ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വരണം. ഇപ്പോൾ ആവശ്യപ്പെട്ട തുക പൂർണ്ണമായി കിട്ടുകയും കോടതിയിൽ നിന്നുള്ള കൂടുതൽ കമൻസ് വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയും ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ് എന്ന്, ശമ്പളം മാത്രമല്ല മറ്റു കാര്യങ്ങൾ കൊടുക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകേണ്ട ഒരു നീതി തന്നെയാണ് കോടതിയിൽ നിന്നുണ്ടായതെന്നാണ് എൻ്റെ പ്രാഥമികമായ അഭിപ്രായം. Meet the editors.